നമ്മൾ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ലിയതാ, ഹുദാ, യാസിദ. നമ്മൾ ബേബി ഷാർക്ക് കപ്പ് കേക്ക് കിറ്റാണ്. ഇതൊക്കെ നല്ല ഇഷ്ടമുള്ളതാ. ഒരു സ്പൂണുണ്ട് ആൾക്കാന്, ഒരു 15 ml ഉണ്ട്. 30 ആവശ്യമില്ല, അപ്പൊ നമ്മൾ 2 പ്രാവശ്യം എടുക്കേണ്ടി വരും. ഇത് ഈ കേക്കിന് മിക്സ്, ഇത് ഐസിങ് മിക്സ്, ഇത് കപ്പ് കേക്ക് കേസസ്, ഇത് സ്റ്റിക്കേഴ്സ്, ഇത് അൺസോൾട്ടഡ് ബട്ടർ, പിന്നെ ഇത് പാല്, പിന്നെ ബൗള്, പിന്നെ ബാക്കി പിന്നെ ഈ ഇതിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ലിയ ഇത് ഒന്ന് വായിച്ചാ. ചെയ്യേണ്ടത് ഓവൻ ഓണാക്കാണ്. ഓവന് ലിയാതെ ഓണാക്കണ്ട്. ഓണാക്കിയാ എത്ര നമുക്ക് ക്ലീൻ ആക്കണം. നമുക്ക് പിന്നീട് ചെയ്യാം. കപ്പ് കേക്കിൻ്റെ ഇത് ഓവനിൽ വെക്കാം. കേക്ക് ഓവനിൽ വെക്കാനുള്ള സാധനമാണ്. ഓവനിൽ വെക്കാം. First thing, put your cupcake cases in the burn tray ready for later. അത് ആ cupcake tray ഒന്ന് വെച്ചതാ. cupcake. ഇതെല്ലാം 10 കിട്ടുള്ളതുകൊണ്ട് അപ്പൊ 10 കപ്പ് കേക്ക് ഉണ്ടാക്കാൻ ഇതേ ഉള്ളൂ. 10 ഉണ്ടോ? അതിൽ 10 ഉണ്ട്. അപ്പൊ 10 ഉണ്ട്. ഇതില് ഇത് 9 ഉള്ളൂ. നോക്ക് അതില് ഏതെങ്കിലും 2 ഉണ്ടോ? മറ്റേ അത് ചിലപ്പോൾ അത് സാരില്ല. ഇത് പറ്റണ എന്തെങ്കിലും ചെയ്തോട്ടോ. 9 ആയിട്ടുള്ളൂ. ഇതല്ല പോലെ നമ്മളില്ല ഇത് ഈ വൈറ്റ് സ്പഞ്ച് മിക്സ് പൊട്ടിക്കട്ടെ. കുട്ടിക്ക് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഇത് കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാക്കാൻ, ബേബി ഷാർക്കൊക്കെ ഇഷ്ടമുള്ള കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാക്കാൻ നല്ലതല്ല. പിന്നെ ഇത് ഇന്ത്യയിലാണ് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. നമ്മൾ UK അത് ചെയ്യണം. അപ്പം നമുക്ക് ഉറപ്പുള്ളത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പക്ഷേ ആവാൻ ചാൻസ് ഉണ്ട്, അത്ര ചാൻസ് ഇല്ല. സോ ഇന്ത്യയിലാണ് ചാൻസ് ഉണ്ടാവില്ല. ഇത് ഇന്ത്യയില് എവിടെ പോയിട്ട് ഈ സാധനം കിട്ടാൻ നോക്കണ്ട, കിട്ടാൻ ചാൻസ് കുറവാണ്. ഇനി ഒരു മീഡിയം എഗ് ഉണ്ട്. എന്റെ അനിയത്തി ഇത് പൊട്ടിട്ടുണ്ട് കുറച്ച്. കുഴപ്പമില്ല, ഇത് എന്തായാലും പൊട്ടിക്കാൻ പോകല്ലേ, അപ്പൊ കുഴപ്പമില്ല, പൊട്ടിക്കും. നല്ലൊരു പ്രശ്നമില്ലാത്ത എഗ് എപ്പോഴും പൊട്ടിട്ടുള്ളൂ. നമുക്കൊരു പ്രശ്നമില്ല. ഇവിടെ നമ്മളതിട്ടു. അതിന്റെ തോടൊന്നും അതിൽ വീണില്ലല്ലോ. ഇവിടെയാണ് കുറച്ച് പ്രശ്നമാണ്. നമുക്ക് സെമി സ്കിംഡ് മിൽക്ക് ഇല്ല, നോർമൽ മിൽക്ക് ഉപയോഗിക്കാണ്. സെമി സ്കിംഡ് മിൽക്ക്, അപ്പോൾ അത് നോർമൽ മിൽക്കാണ്. പക്ഷെ നിങ്ങൾക്ക് സെമി സ്കിംഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ 6:30. ഇത് 15 ആണ്. അപ്പൊ 2 പ്രാവശ്യം എടുത്താൽ മതി. ഇത് 15 പിന്നെ 2 പ്രാവശ്യം എടുത്താൽ മതി. 30 ആണ്. 30 ആണ്. 30 ഉണ്ടെങ്കിൽ 30 എടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോ 30 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 15 ആക്കാം.
എന്നിട്ട് Okay, first Yeah. one. 1 second Second one. 2. Yes. ഇനി നമ്മൾ ചെയ്യേണ്ട മിക്സ് ചെയ്യാം. നല്ല ഈസി പ്രിപ്പറേഷൻ. നമ്മളിവിടെ ഞാൻ mix ചെയ്യട്ടെ? ഞാൻ മിക്സ് ചെയ്യട്ടെ? കുതിരി തുള്ളിയുള്ളൂ. Okay. ഞാൻ ആക്കട്ടെ? കുറച്ചുള്ളല്ലോ. സത്യം പറയണെങ്കിൽ ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കും. ഞാൻ ബേക്കറിന്റെ പോലെയുള്ള കുട്ടിയാണ്. ബേക്കർ ചെയ്യുമ്പോൾ ശരിക്കും കൂടുതലുണ്ടാവുകയാണ്. എനിക്കറിയില്ല ഇതെന്താ പറ്റിയതെന്ന്. പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവരേ. തോന്നില്ല കറക്റ്റാണ്. ഇതിലൊന്നും വെച്ചില്ല. ദാഹുദ മിക്സ് ചെയ്യണേ. കുതിര മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഒരു പ്രശ്നമുണ്ട്. സോ ഇതിന് അൺസോൾട്ടഡ് ബട്ടർ ആവശ്യമുണ്ട് പറയണേ. പക്ഷേ ഇതിൽ ഇൻഗ്രീഡിയൻസിൽ പറയുന്നത് അൺസോൾട്ടഡ് ബട്ടർ ഉണ്ട്. അപ്പം എന്ത് ചെയ്യേണ്ടത് അറിയില്ല. അപ്പം നമ്മളത് അവിടെ വെക്കാം. നമ്മൾ അൺസോൾട്ടഡ് ബട്ടർ ഇടാൻ പോകില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. ഹോപ്പ് എന്തെങ്കിലും പറ്റില്ലെന്ന്. ഇത് നല്ല ഹാർഡാണ്. നല്ല ഹാർഡ് ബിസ്മിയൊക്കെ ചെല്ലിട്ട് ഓടിക്കോളും. എല്ലാ സ്ഥലത്തും അങ്ങനെ ചെയ്യാനുണ്ട്. ബേക്കിങ് നല്ല മെസ്സ് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പൊ ടേസ്റ്റ് നോക്കണ്ട, എല്ലാവരും മെസ്സ് നോക്കണ്ട. അത്ര എല്ലാം ഈക്വൽ ആക്കിട്ട് ബട്ടർ ഇതിൽ പറയണില്ല. ഈ ഇൻസ്ട്രക്ഷനിൽ പറയണ്ട. തോന്നില്ല ചെയ്യണമെന്ന്. പക്ഷെ ഇതില് വാട്ട് യു നീഡ് പറയണ ഇത് കുറെ ഇതാവുമ്പോ അത് മേൽക്ക് വരും. പിന്നെ നമുക്ക് കുറച്ച് ഡോ ഉള്ളൂ. ഇത് എന്തിനാ കുറച്ച് ഡോ അറിയില്ല. ഇതാവാം. കുഴപ്പമില്ല. വേണമെങ്കിൽ പിടിക്കാട്ടോ. വേണമെങ്കിൽ എത്ര 2 മിനിറ്റ്. ഞാൻ കുറച്ച് നേരത്തിന് പിടിക്കാൻ പോവാണ്. പെട്ടെന്ന് തീർന്നുണ്ട്. അപ്പൊ ഇത് ആസ്ദയിൽ കിട്ടണം കേട്ടോ. UK-യിലാണെങ്കിൽ ആസ്ദ ഹോം ഇതിൽ പോയാൽ മതി. നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ സാധനമില്ല, മറ്റേ ഈ സ്ക്വീരിയണ അത് നമുക്ക് ഇല്ല. അപ്പം നമ്മൾ ഐസിങ് അത്ര നല്ലതാവില്ല. നമ്മൾ ട്രൈ നമ്മളെ ബെസ്റ്റ്. ഐസിങ് നല്ലതാവില്ല, ഉറപ്പാണ്. അപ്പം നിങ്ങൾക്ക് ഇത് മറ്റേ ഈ ഐസ് ചെയ്യേണ്ട സാധനം ഉണ്ടെങ്കിൽ എന്ത് വേണം ചെയ്തോ. നമ്മൾക്കിപ്പോൾ ഈ നമ്മൾ ഫസ്റ്റ് ടൈം ഞാൻ കുറേ കേക്കൊക്കെ ഉണ്ടാക്കണേ. അപ്പം എൻ്റെ ഫസ്റ്റ് ടൈം ഈ ബേബി ഷാർക്ക് ഉണ്ടാക്കണേ. പിന്നെ ഇതിനെന്താ പ്രശ്നമുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇറക്കൊക്കെ ഇട്ടത് എന്തോ പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരെന്തോ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാക്കണേ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് ഒരു ക്ലൂ ഇല്ല. 7 മിനിമം വേണം. നമ്മുടെ വീട്ടിൽ 7 ആൾക്കാരുണ്ട്. 7 എടുക്കാൻ നോക്ക്. ഇത്രേ ഉള്ളൂ. ഇത് വാങ്ങാൻ ഞാൻ പറയില്ല, റെക്കമെൻഡ് ചെയ്യില്ല. ട്രൈ ചെയ്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല കിട്ടും. നമ്മൾക്ക് ഈ ടൈമിൽ നല്ല ഗുഡ് ലക്ക് കിട്ടിയില്ല. എത്ര കണ്ട ഇത് ഒന്നിൽ മാത്രം നല്ല തുള്ളിയായിട്ടുള്ളൂ. എന്താ ചെയ്യേണ്ടത് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു ടൈഡിയർ ആക്കണം. നമ്മളൊരു കുട്ടികളാണ്, ഒരു അഡോൾട്ട് ഇവിടെ ഇല്ല. അപ്പം നിങ്ങൾ പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനേ ആരില്ല. അത് ഹെൽപ്പ് ചെയ്യാൻ ആരില്ലാത്തല്ല, പറയാ നമുക്ക് ഒറ്റക്ക് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പിന്നെ നിങ്ങൾ കുട്ടിയാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ല. അഡോൾട്ടിന് പെർമിഷൻ കിട്ടിയിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇക്കാക്കിൻ്റെ നല്ല മൂത്തതാ. നമുക്ക് 3 കുട്ടിയല്ല. അതുകൊണ്ട് സമ്മതിക്കും. അതുകൊണ്ട് നമ്മൾ സമ്മതിക്കണം. What happened? എൻ്റെ അനിയത്തി ഫസ്റ്റിങ് കാര്യം എനിക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കണം. ഇപ്പം പോവാണ്. വേണ്ട കുട്ടിയില്ലേ, നമ്മ ഇനി കുക്ക് ചെയ്യാൻ പോട്ടാ. ഇതൊന്നും ചെയ്യരുത്. ഞാൻ മുമ്പിൽ ഓൾക്ക് കാണണം.
നല്ലോണം പിശുക്കുണ്ട് കേട്ടോ guys. ഇങ്ങനെ ഒന്നും ചെയ്യില്ല, നമ്മൾ നല്ല അൺടൈഡ് ആക്കിയിട്ട് ചെയ്യണം. ഇങ്ങനെ ഒന്നും ചെയ്യില്ല. അല്ലാ പ്ലീസ് ചെയ്യില്ലേ. ഇനി മതി ബാ. ഇനി ഒറ്റ എണ്ണം കൂടി കിട്ടും നോക്കാം. കിട്ടണ്ടേ അത് കുറവൊക്കെ. പക്ഷെ ഇതൊക്കെ ഒന്ന് എക്സ്ട്രാ കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരെണ്ണം നോക്കണേ. ഈ സൈഡ് കുറച്ച് വീണില്ലേ. നിങ്ങൾ പ്രൊഫഷണൽ ബേക്കർ ആണെങ്കിൽ നമ്മൾ പഠിപ്പിച്ചു തരും ഒന്ന്. പ്രൊഫഷണൽ ബേക്കർ ആണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഈ ഐഡിയ നോക്കണ്ട കേട്ടോ. അള്ളാ വേണ്ട. ആ നിങ്ങളെ കണ്ടിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നമ്മൾ പഠിപ്പിച്ച അങ്ങനൊന്നും വേണ്ട, എങ്ങനെ ചെയ്യാന്ന് കമന്റിൽ ഇട്ടാ മതി. എന്നാ ശരി. അല്ല നിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഒരു നിരാഹാര സമരം എടുത്താൽ ഞാൻ അതന്നെയാണ് നമുക്ക് കിട്ടിയത് തെറ്റിപ്പോയി. അതിനിപ്പോ സാരില്ല. ഇത് ഇനി 8 എണ്ണം കൂടി എങ്ങനെയെങ്കിലും പിശുക്കാൻ കഴിയും നോക്കട്ടെ. നല്ല പിശുക്കി നമ്മൾ ചെറുത് കൂടിയല്ലോ, ഒരെണ്ണം കൂടെ. അല്ല ഒരെണ്ണം കൂടി 8ാമത്തെ. എന്താ അറിയില്ല ഓലെ പറ്റിച്ച് ഇതിലേ പറ്റിച്ചത് പൈസ വെറുതെയില്ല ആൾക്കാരെ. ആ സ്റ്റിക്കർ നല്ല സ്റ്റിക്കർ കേട്ടോ. സ്റ്റിക്കർ നല്ല സ്റ്റിക്കറാണ്. സ്റ്റിക്കർ വേണമെങ്കിൽ ഞാൻ ചെയ്യണം. ഞാൻ കുറച്ച് എടുത്ത് വെക്കല്ലേ ചെയ്യല്. പിന്നെ ഐസിങ് തുള്ളിയാണ്. തൊട്ട് നോക്കണം. എല്ലാത്തിനും ഞാൻ കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടേ. ഓക്കെ. ഇനി കക ഓവനിലിട്ടോ. ഇനി ഇതിപ്പോ ഇട്ടേക്ക് നമ്മളിത് ഓവനിലിടാണ്. ഇതിനിപ്പോ ആവശ്യമില്ലാന്നല്ല ഇതൊക്കെ ഇട്ടേക്കാം. ഓക്കെ. അതിൻ്റെ ഉള്ളിലൊക്കെ ഓവനിൻ്റെ ഓൾറെഡി ഓൺ ആക്കി വെച്ചതാണ്. പ്രീ ഹീറ്റ് ആക്കാണ്. പ്രീ ഹീറ്റ് ആക്കാൻ നിങ്ങളുടെ ഇത് 160 ഫാനിന് 340 എഫിന് പിന്നെ ഗ്യാസ് മാർക്കിന് 4 ആട്ടോ. എന്നാൽ നമ്മൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യില്ല. ഇനി ഒരു 18 to 24 മിനിറ്റ്സ് ആണ് കാണാം.